രണ്ടാളും എന്നോട് ക്ഷമിക്കണം. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. എന്നെ കാണുമ്പോൾ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് പെട്ടെന്ന് നിർത്തുകയെ എന്നോട് ചില കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നത് പോലൊക്കെ എനിക്ക് തോന്നി. ശാലു മോളെ, അച്ഛനും അമ്മയും എന്നെക്കാളും കൂടുതൽ അവളെ കെയർ ചെയ്യുന്നു, അവളോട് സംസാരിക്കുന്നു. അപ്പം എനിക്ക് ആകപ്പാടെ വിഷമമായി. ഞാൻ കരുതിയത് നിങ്ങൾ എന്നെ ദത്തെടുത്തതോ വല്ലോ ആയിരിക്കുമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. എന്നോട് ക്ഷമിക്കണം. അത് ചേച്ചി അറിയാതെ എന്നോട് ക്ഷമിക്കണം പ്ലീസ്. എൻ്റെ മോളോട് ചേച്ചിക്ക് ഒരു ദേഷ്യമില്ല അല്ലേ? പറയാൻ അവളോട്. മോളെ, അമ്മയ്ക്കും അച്ഛനും അവരുടെ മക്കളെ എന്നും ഒരുപോലാണ്. അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ അല്ലെങ്കിൽ കുറവുകളുണ്ടെങ്കിലും അവർക്ക് മക്കളാണ്. ആ മക്കളെ വേർതിരിച്ച് കാണാനാവില്ല. പിന്നെ അവളോട് ഞങ്ങൾക്ക് കൂടുതൽ സ്നേഹം തോന്നുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിൽ കുറച്ച് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല. 10 വയസ്സുള്ള അവൾ ഒരു അനിയത്തിയെ എന്തുമാത്രം സ്നേഹിക്കുന്നു. എന്നേക്കാൾ കൂടുതൽ അവൾ നിന്നെ കരുതലും സ്നേഹത്തോടെ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് അവളോട് കുറച്ച് സ്നേഹം കൂടിയത്. 10 വയസ്സുള്ളപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് വന്നുപോയ ഒരു അബദ്ധത്തിന് അവൾ അവളുടെ ജീവൻ തന്നെ നിനക്ക് നൽകി, അവളുടെ ജീവിതം. അതിനുശേഷം അവൾ സ്കൂളിൽ പോകുമ്പോൾ പോലും മറ്റുള്ളവർ അവളെ നോക്കി കളിയാക്കുമ്പോൾ പോലും അവളൊന്നും പരാതിപ്പെട്ടിട്ടില്ല. വിവാഹപ്രായമായിട്ട് കണ്ണില്ലാത്തതുകൊണ്ട് അവളെ ഉപേക്ഷിച്ച് ചെക്കന്മാരോട് പോവാൻ പറഞ്ഞു. അവൾ അവളുടെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചതെന്ന് പറഞ്ഞു. ആ അവളെ നീ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോഴും കഷ്ടപ്പെടുത്തുമ്പോഴും ഞങ്ങൾക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അവളോട് കൂടുതൽ സ്നേഹം. എനിക്കറിയാം അമ്മേ, ഇപ്പം എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇനി ഞാനൊന്നും പെരുമാറില്ല. ഇതിനൊരു സർപ്രൈസ് കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ടിലെ